ചങ്ങായിമാരെ, നിങ്ങളിൽ ഇന്നലെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവില്ല. കർണാടകയിൽ സ്കൂളിലെ കിണറിൽ സംഘപരിവാറിന്റെ കുറെ സംഘികൾ, ശ്രീരാമസേന പ്രവർത്തകർ എന്ന് പറയുന്ന കുറെ സംഘികൾ കൂടിയിട്ട് വിഷം കലർത്തി സ്കൂൾ കുട്ടികള് വെള്ളം കുടിക്കുന്ന കിണറിൽ. എന്തിനാന്നറിയാം? ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഒരു മുസ്ലിമാണ്. അയാളെ പുറത്താക്കാൻ വേണ്ടിട്ട് ആ കുട്ടികൾ വെള്ളം കുടിക്കുന്ന കിണറിൽ വിഷം കലർത്തണമെങ്കിൽ ഈ സംഘികൾ, ഈ നാറികൾ എത്രമാത്രം ക്രൂരന്മാരാണ്, എത്ര വലിയ ക്രിമിനലുകളാണ് ഇവര്. ഒന്ന് ആലോചിച്ചോക്കട്ടെ, ആ കിണറിന് വെള്ളം കുടിക്കുന്ന സ്കൂൾ കുട്ടികളിൽ ഇവന്റെയൊക്കെ മക്കൾ ഉണ്ടാവില്ലേ? ഇവന്റെയൊക്കെ മക്കൾ മരിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ആ മുസ്ലിമിനോടുള്ള വിരോധം അങ്ങ് തീർക്കണം. എന്ത് മതവർഗീയതയാണോ ഇത്? ഇതിലും വലിയ ക്രൂരന്മാർ ലോകത്തുണ്ടാവോ? നമ്മളെ നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കാണണമെന്ന്. അതും ഇതും തമ്മിൽ തട്ടിച്ചു നോക്കാനേ കഴിയില്ല. കാരണം ഇത് കുട്ടികളെയല്ലേ കൊല്ലാൻ നോക്കുന്നത്. എന്തിനീ? ഒരു മുസ്ലിമിനോടുള്ള വിരോധം കാരണം. എത്രമാത്രം അന്ധത പിടിച്ച് ഇവരൊക്കെ എങ്ങനെ നന്നാക്കാൻ പറ്റും? ഒരിക്കലും ഇവരൊന്നും നന്നാവൂല. ഇപ്പം ഭഗവാൻ ശ്രീരാമന് ഈ ഭൂമിയിലൊന്ന് അവതരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല, ഈ ശ്രീരാമസേന പ്രവർത്തകർ എന്ന് പറഞ്ഞ ഈ ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചിട്ട് പാവങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഈ നാറികളെ ഒന്ന് അമ്പ് ചെയ്ത് കൊല്ലുക. ഭഗവാൻ ശ്രീരാമൻ ആദ്യം അമ്പ് ചെയ്ത് കൊല്ലുന്നത് ഈ ശ്രീരാമസേന, ഈ സംഘി പ്രവർത്തകരെയായിരിക്കും. നമുക്കെന്തായാലും അതിന്റെ വാർത്തയിലേക്ക് കടക്കാം. ഇക്കഴിഞ്ഞ ജൂലൈ 14 കർണാടക ബെലഗാവിയിലെ ഹുളിക്കാട്ടി ഗ്രാമത്തിലെ ഒരു പ്രൈമറി സ്കൂളിൽ നിന്നും വെള്ളം കുടിച്ച കുട്ടികൾക്ക് അവശതയുണ്ടായി. വെള്ളത്തിന് ദുർഗന്ധമെന്ന് കുഞ്ഞുങ്ങൾ അധ്യാപകരോട് പരാതി പറഞ്ഞു. കുട്ടികൾ ആശുപത്രിയിലായി. അധ്യാപകരുടെ പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ സ്കൂളിലെ വാട്ടർ ടാങ്കിന്റെ സമീപത്ത് നിന്ന് കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തി. ഇനിയാണ് ഇതിന്റെ അതിക്രമത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ, അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കാൻ തീവ്ര ഹിന്ദു സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ അതിക്രമം നടന്നത്. പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. കെ വി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സ്വാഭാവികമായിട്ട് പുറത്തുവരുന്നത് എന്ന് പറയുന്നത്. എന്താണ് ഇവരെ ചെയ്തത്? എങ്ങനെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി, ഇദ്ദേഹത്തിനെതിരെ, ഈ പ്രധാന അധ്യാപകനെതിരെ ഈ ഹിന്ദു സംഘടനാ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ക്രൈം എന്താണ്? എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മതാന്ധത ബാധിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇത്തരത്തിലുള്ള നീച പ്രവൃത്തിക്ക് പിന്നിൽ. ഈ ബെലഗാവിക്ക് സമീപത്തുള്ള ഹൂളിഹട്ടി ഗ്രാമത്തിലെ ഒരു സർക്കാർ LP സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സ്കൂളിലെ പ്രധാനാധ്യാപകനായിട്ട് മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരു അധ്യാപകൻ വന്നു. ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ശ്രീരാംസേന ലീഡറായിട്ടുള്ള സാഗറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കീടനാശിനി കൊണ്ടുവന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഈ കുട്ടിയോട് ഇത് ടാങ്കിൽ ഒഴിക്കാൻ, അതായത് ഇത്രയും കുട്ടികൾ വെള്ളം കുടിക്കുന്ന ആ ടാങ്കിൽ ഈ കീടനാശിനി കലർത്താൻ പറയുന്നു. തുടർന്ന് ഈ കുട്ടി അതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നാലെ സ്കൂളിലെ പല അധ്യാപകർക്കും കുട്ടികൾക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഇത് ഉടൻ തന്നെ ഈ ടാങ്ക് അടയ്ക്കാനും നിർദ്ദേശം നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ്, പോലീസൊക്കെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ വാട്ടർ ടാങ്കിന് സമീപത്തുനിന്ന് കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ശ്രീരാം സേനയുടെ പ്രവർത്തകരിലേക്ക് എത്തുകയായിരുന്നു. ഉടൻ തന്നെ ഈ 3 പേരെയും, അതായത് ഈ സാഗർ എന്ന ആളെ കൂടാതെ ഇയാളുടെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും മതാന്ധത ബാധിച്ച ഒരു കൂട്ടം ആളുകൾ കൊച്ചുകുട്ടികളുടെ പോലും ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ വലിയ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം. വലിയ ദുരന്തം തന്നെയാണ് ഒഴിവായത്. വലിയ ദുരന്തമുണ്ടായിരുന്നു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വാട്ടർ ടാങ്കിലാണ് ഇത്തരത്തിൽ കീടനാശിനി നിക്ഷേപിച്ചെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ സംഘികൾക്ക് എന്ത് കുട്ടികൾ, എന്ത് അമ്മമാർ, എന്ത് ഗർഭിണികൾ. ഇവരിൽ നിന്ന് നിങ്ങൾ നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ? ഇതൊക്കെ നമ്മൾ അയൽ സംസ്ഥാനമായ കർണാടകയിലാണല്ലോ നടക്കുന്നത്. ആയിരക്കണക്കിന് ഹിന്ദുക്കളാൽ കൊല്ലപ്പെട്ടിട്ട് ഒരു പുണ്ണാക്കും അവിടെ നടന്നിട്ടില്ല. അവിടെയാണ് മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടിട്ട് ഹിന്ദുക്കളായ കുട്ടികളെ കൊല്ലാൻ നടക്കുന്ന കുറെ സംഘപരിവാർ ശ്രീരാമസേന പ്രവർത്തകർ നടക്കുന്നത്. എന്റെ ശ്രീരാമ, ഭഗവാൻ ശ്രീരാമ, അങ്ങൊന്ന് അവതരിച്ച് ഈ നാറികളെ ഒന്ന് അമ്പ് ചെയ്ത് കൊന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ രാജ്യം, അങ്ങയുടെ രാജ്യം എത്ര സമാധാനത്തിലും എത്ര സന്തോഷത്തിലും കഴിയുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് UP നിന്ന് വേറൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിതല്ലട്ടോ, അത് കോമഡിയാണ്. അത് കണ്ടു നോക്കാം നമുക്ക്. പശുക്കളെ പാർലമെന്റിൽ കയറ്റണം, ഇല്ലെങ്കിൽ പശുക്കളുമായി പാർലമെന്റിലേക്ക് വരും. ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ. പേരെല്ലാം ഒന്നൊന്നര പേരാണ്. ഈ പശുക്കൾ പാർലമെന്റിലേക്ക് വന്നില്ലെങ്കിലുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുണ്ടല്ല, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണോ പശുവാകണോ എന്ന് വേഗം തീരുമാനിച്ചോ. ബ്രാഹ്മണനാകാൻ വേണ്ടി നമ്മളൊരു MP ഉണ്ട്, ഒരു മന്ത്രി ഉണ്ട്. എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം, അതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണനാണ് കേട്ടോ, പശു ആയിക്കോ. 2 സെയിം ആയിരിക്കും അടുത്ത ജന്മത്തിലാകുമ്പോഴത്തേക്ക്. ബുക്കിംഗ് ആരംഭിച്ച് കേൾക്കുന്ന നാമമാത്രമായ ടിക്കറ്റുകൾ, നാമമാത്രമായ സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പശുവാകാനുള്ള ഫോം പൂരിപ്പിച്ചിട്ട് വേഗം കൊടുത്തു. അടുത്ത ജന്മത്തിൽ നിങ്ങൾ പശുവായി ജനിക്കും. അതിലും ഭംഗിയായിട്ട് രാജകീയമായിട്ട് പശുവിനെ പോലെ അല്ലാതെ ഇന്ത്യയിൽ ഇനി അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചിന്ത്യയിൽ
കൊച്ചി ഇന്ത്യയിൽ നടക്കുന്നതല്ലേ. ഇനി വേറൊരു വാർത്ത കാണിച്ചു തരാം. അത് ഭയങ്കര സന്തോഷത്തിനിടക്ക് ഒരു സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഇന്നലെ ഇംഗ്ലണ്ടുമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചു. ടെസ്റ്റ് പരമ്പര 2-2 സമനിലയാക്കി. ആ ജയത്തിന് വേണ്ടി ഇന്ത്യൻ ടീമിൽ എല്ലാ കളിക്കാരും ഒരുമിച്ച് നിന്ന് പൊരുതി. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതിൽ ഒരാൾ മുഹമ്മദ് സിറാജ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ICCയുടെ തലവനായ അമിത്ഷായുടെ മകനായ ജയ്ഷ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ മുഹമ്മദ് സിറാജ് എന്നുള്ളൊരു വാചകം എവിടെ എഴുതിയില്ല. ഇതിനു മുന്നേയും മുഹമ്മദ് സിറാജ് ഒറ്റക്ക് കളി വിജയിച്ചപ്പോ മുഹമ്മദ് സിറാജിന്റെ പേര് അയാൾ എഴുതിയിട്ടില്ല. അച്ഛന്റെ മകനല്ലേ, അവനിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാം? നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടുവെക്കാം. ഇന്ത്യൻ ടീമിന്റെ ത്രസിപ്പിക്കുന്ന ജയത്തിൽ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി ICC ചെയർമാൻ ജയ്ഷയുടെ അഭിനന്ദന ട്വീറ്റ്. ഇംഗ്ലണ്ട് താരങ്ങളെ അടക്കം അഭിനന്ദിക്കുമ്പോഴാണ് ജയ്ഷ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയരുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, ഇന്ത്യയുടെ ഈ ഒരു വിജയത്തിൽ വലിയ പങ്ക് മുഹമ്മദ് സിറാജിനുണ്ട്. എന്നാൽ സിറാജിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജയ്ഷയുടെ ട്വീറ്റിൽ വലിയ തരത്തിൽ വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട് അല്ലേ? നേരത്തെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ എഡ്ജ്ബാസ്റ്റണിലെ മത്സരത്തിൽ വിജയിച്ചപ്പോഴും സമാനമായി ജയ്ഷയുടെ ട്വീറ്റ് വലിയ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു. അന്നും മുഹമ്മദ് സിറാജിനെ ജയ്ഷ ഒഴിവാക്കിയത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴും ഈ കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ 4 ട്വീറ്റുകളാണ് ജയ്ഷയുടെ ട്വിറ്ററിൽ എക്സ്പോസ്റ്റിൽ ആയി വന്നിട്ടുള്ളത്. അതിൽ എല്ലാ ട്വീറ്റുകളിലും ഇന്ത്യൻ താരങ്ങൾ അഭിനന്ദിച്ച ട്വീറ്റിൽ ശുഭ്മാൻ ഗില്ലിന്റെ റെക്കോർഡ് പ്രകടനം, അതിൽ അദ്ദേഹം പ്രഷറിനിടയിൽ തന്നെ ക്യാപ്റ്റൻ എന്ന പ്രഷറിനിടയിൽ അദ്ദേഹം നടത്തിയ റെക്കോർഡ് പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ആദ്യ ട്വീറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ KL രാഹുലിന്റെ 2 സെഞ്ചുറി പ്രകടനത്തെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. അതോടൊപ്പം രവീന്ദ്ര ജഡേജയുടെ 500 റൺസ് നേടിയ ആ പ്രകടനത്തെ അഭിനന്ദിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു ട്വീറ്റിൽ അദ്ദേഹം BCCIയെയും ഇംഗ്ലണ്ടിനെയും ഇത്ര മികച്ച ഒരു പരമ്പരയിൽ കാര്യത്തിൽ 2 ക്രിക്കറ്റ് ബോർഡുകളെ അഭിനന്ദിക്കുന്നുണ്ട്. പിന്നാലെ ഋഷഭ് പന്തിന്റെയും അതോടൊപ്പം ക്രിസ് വോക്സിന്റെയും പരിക്ക് പറ്റിയതിനു ശേഷം മത്സരത്തിലേക്ക് വന്ന ഇത് പ്രകീർത്തിച്ചുകൊണ്ട് ഇവരെ 2 പേരെയും വാരിയേഴ്സ് ഫ്രം BCCI ഇംഗ്ലണ്ട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ആ ട്വീറ്റിൽ ആ 2 താരങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷേ മുഹമ്മദ് സിറാജിന്റെ പേര് മറ്റൊരു ട്വീറ്റിൽ ജോ റൂട്ടിനെയും ബെൻ സ്റ്റോക്സിന്റെയും പ്രകടനവും ജയ്ഷ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും മുഹമ്മദ് സിറാജിന്റെ ഒരു ചിത്രം ഏതോ ഒരു ട്വീറ്റിന്റെ 3 ചിത്രങ്ങളിൽ ഒന്നായി മുഹമ്മദ് സിറാജിന്റെ ഒരു ചിത്രം വന്നു എന്നതല്ലാതെ മുഹമ്മദ് സിറാജിനെ പേരെടുത്ത് പരാമർശിക്കാൻ ജയ്ഷ തയ്യാറായിട്ടില്ല. ഈ പരമ്പരയിൽ ആകെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം മുഹമ്മദ് സിറാജാണ്. അവസാന മത്സരത്തിൽ ഇപ്പോൾ ഇന്ന് ഓവലിൽ അവസാന വിക്കറ്റ് നേടി ഇന്ത്യക്ക് നിർണായകമായ 6 റൺസിന്റെ ഈ ജയത്തിലേക്ക് എത്തിച്ചത് മുഹമ്മദ് സിറാജാണ്. ഈ പരമ്പരയിൽ ഉടനീളം ഏറ്റവും കൂടുതൽ പന്തെറിഞ്ഞ താരം മുഹമ്മദ് സിറാജാണ്. 1000-ലേറെ പന്തെറിഞ്ഞ മറ്റൊരു താരം പോലും ഈ പരമ്പരയിൽ ഉണ്ടായിരുന്നില്ല. അത്രത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് നേട്ടങ്ങളിൽ ചെയ്യാവുന്നതെല്ലാം. ശരി രുജീഷ്, ഇന്ത്യൻ ടീമിനെ ത്രസിപ്പിക്കുന്ന ജയത്തിലാണ് മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി ജയ്ഷയുടെ അഭിനന്ദന ട്വീറ്റ് വന്നിരിക്കുന്നത്. അതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാം മുഹമ്മദ് സിറാജിന്റെ പേരിടാത്തെ? അച്ഛൻ കാമ്പും അച്ഛൻ കാലമ്പും. നമ്മളെ കണ്ണൂർ ഭാഷയിൽ അച്ഛൻ കാലമ്പ് എന്ന് പറയും. അച്ഛൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാല് ജയ്ഷ കരയും. അച്ഛന് ഇഷ്ടപ്പെടില്ല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഏതെങ്കിലും പേര് ഈ മകൻ ഇട്ട് കഴിഞ്ഞാല്. പറ്റുമെങ്കിൽ സി രാജു എന്നെങ്കിലും നിനക്ക് ഇട്ടൂടെ എന്റെ ജയ്ഷ മകനെ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കട്ടെ, ബുംറക്ക് വരെ പരിക്ക് പറ്റിയിട്ട് ബുംറക്ക് 3 കളി കളിക്കാൻ കഴിഞ്ഞു. ഈ സിറാജ് 5 കളിയും കളിച്ച് ഏറ്റവും കൂടുതൽ ഓവർ എറിഞ്ഞ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി, അതും അവസാന കളിയിൽ നിർണായകമായ 5 വിക്കറ്റ് നേടി മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ട് ഈ സിറാജിന്റെ പേര് ഈ ചങ്ങ എഴുതിയില്ല. ബാക്കി എല്ലാവരുടെ പേരും ഇതിന്. ഇംഗ്ലണ്ടിന്റെ കളിക്കാരുടെ പേര് വരെ പ്രശംസിച്ച്. ഇന്ത്യൻ കളിക്കാർ ഗില്ലിന്റെ ഒക്കെ പന്തിന്റെ ഒക്കെ അതെല്ലാം പറയണം, KL രാഹുലിന്റെ ഒക്കെ പറയണം. അവരൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെക്കാളും കൂടുതൽ നല്ല കളി കളിച്ച മുഹമ്മദ് സിറാജിന്റെ പേര് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം മതാന്ധത ബാധിച്ചിട്ടുണ്ട്. എന്റെ അമിത്ഷാജിയുടെ മകനായ ജയ്ഷാജി, നിങ്ങളും പക്കാ സംഘിയേക്കാൾ വലിയ സംഘിയാണ്. പക്ഷെ ഇവന്റെ വർഗീയ ട്വീറ്റിൽ ഒരു പേര് പരാമർശിക്കാത്തത് കൊണ്ട് സിറാജിന് ഒന്നും സംഭവിക്കൂല. നീ മുൻപും പരാമർശിച്ചില്ല, എന്നിട്ട് സിറാജ് ശക്തമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊരുതിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്ത്യ ഒരുപാട് വിജയത്തിലേക്ക് ഈ മുഹമ്മദ് സിറാജ് കൊണ്ടുപോകും. അതിന്റെ അവസാനം നിനക്ക് അദ്ദേഹത്തിന്റെ പേര് എഴുതേണ്ടി വരും. മിസ്റ്റർ ജയ്ഷ, എഴുതേണ്ടി വരും. കാലം കണക്ക് ചോദിക്കാതെ പോകുകയേയില്ല. അച്ഛന്റെ ബലത്തിൽ നീ കെട്ടിപ്പൊക്കിയ നിന്റെ ബിസിനസ് കൂടാരവും നീ കൈപ്പിടിയിലാക്കിയ ക്രിക്കറ്റ് മേധാവി സ്ഥാനമല്ലോ ഒരു ദിവസം തകർന്ന് താഴെ വീഴും. അപ്പൊ നിന്റെ മുന്നിൽ മുഹമ്മദ് സിറാജ് എന്ന ഈ മനുഷ്യൻ വന്ന് നിൽക്കും. അപ്പൊ നിനക്ക് പേരെടുത്ത് വിളിക്കേണ്ടി വരും മുഹമ്മദ് സിറാജിനെ. കാരണം അന്നും ഇന്നും എന്നും മുഹമ്മദ് സിറാജ് ഇന്ത്യയുടെ ഹീറോ ആയിരിക്കും. ഹീറോ, നിന്നെ പോലെ വെറും സീറോ ആയിരിക്കില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ മുഹമ്മദ് സിറാജിനും എന്റെ ഒരു നല്ല സുലാൻ.